ശബരിമലയിലേക്കുള്ള തങ്കഅങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചു. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലത്ത് സമാപിക്കും. 26-ന് ഘോഷയാത്ര ശബരിമലയിലെത്തും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, രണ്ടാം ദിവസവും തങ്കഅങ്കി ഘോഷയാത്ര എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇന്ന് എവിടങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഘോഷയാത്ര? ഒപ്പം ഭക്തർ എങ്ങനെയാണ് ഈ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത്? അശ്വതി, തങ്കഅങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് രണ്ടാം ദിവസത്തെ തങ്കഅങ്കി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഘോഷയാത്ര. ഇതിനകം തന്നെ മറ്റ് 2 കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. കൊടുന്തറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും അടക്കം അതുപോലെയുള്ള 2 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ അഴൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് തങ്കഅങ്കി ഘോഷയാത്ര. ഇനി നേരെ പത്തനംതിട്ട നഗരത്തിൽ തങ്കഅങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നുണ്ട്. അതുകൂടാതെ മറ്റ് 23 സ്ഥലങ്ങളിലാണ് ഇന്ന് ഈ തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള രഥം പ്രയാണം നടത്തുന്നുണ്ടാവുക. ഇന്ന് വൈകിട്ട് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് ഇത് സമാപിക്കുന്നത്, ഇന്നത്തെ യാത്ര സമാപിക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെ കോന്നിയിൽ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ച് പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലായിരിക്കും നാളത്തെ യാത്ര സമാപിക്കുക. മറ്റന്നാൾ പെരുന്നാളിൽ നിന്ന് ആരംഭിച്ച് പമ്പയിൽ എത്തിച്ചേരും. അതിനുശേഷം സന്നിധാനത്തേക്ക് തങ്കഅങ്കി ശിരസിലേറ്റി കൊണ്ടുപോകുന്നതോടുകൂടി ഈ തങ്കഅങ്കി ഘോഷയാത്ര സമാപിക്കും. അതിനുശേഷം സന്നിധാനത്താണ് ബാക്കി പ്രധാന ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക. സന്നിധാനത്ത് അയ്യപ്പന് തങ്കഅങ്കി ചാർത്തിക്കൊണ്ട് ദീപാരാധന ചടങ്ങുകളാണ് 26-ാം തീയതി വൈകുന്നേരം നടക്കുന്നത്. അത് കണ്ടു തൊഴുവാനായിട്ടൊക്കെ വലിയ 10,000-കണക്കിന് ഭക്തർ എല്ലാ വർഷവും എത്താറുള്ളതാണ്. കാരണം അയ്യപ്പന് ഈ തങ്കഅങ്കി ചാർത്തിക്കൊണ്ടുള്ള ആ രൂപം അത് കണ്ടു തൊഴുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായിട്ടാണ് ഭക്തർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ശബരിമലയിൽ വലിയ തിരക്ക് എല്ലാ വർഷവും അനുഭവപ്പെടാറുള്ളതാണ്. 27-നാണ് മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കുക. അതും ഈ അയ്യപ്പന് ഈ തങ്കഅങ്കി ചാർത്തിക്കൊണ്ടാണ് മണ്ഡലപൂജ ചടങ്ങുകളൊക്കെ ശബരിമലയിൽ നടക്കാറുള്ളത്. പ്രധാനമായിട്ടും കലശാഭിഷേകവും കളഭാഭിഷേകവും അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തങ്കഅങ്കി ചാർത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് ഈ മണ്ഡല പൂജാ ചടങ്ങുകൾ എന്ന് പറയുന്നത്. അതോടുകൂടി ഈ 41 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലത്തിന് കൂടി പരിസമാപ്തിയാകും. ഈ 41 ദിവസത്തെ വ്രതം, അത് കഠിനമായിട്ടുള്ള വ്രതം നോറ്റ് തീർത്ഥാടകർ അവിടെ എത്തി ആ ദിവസങ്ങളിൽ മണ്ഡലപൂജ ദിവസങ്ങളിൽ അയ്യപ്പനെ കാണുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായിട്ട് കണക്കാക്കുന്ന ഒരു നിമിഷങ്ങൾ കൂടിയിട്ടാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ആ രീതിയിൽ ഈ ദിവസങ്ങളെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് തീർത്ഥാടകർ. എന്തായാലും തങ്കഅങ്കി ഘോഷയാത്ര ഇപ്പോൾ അതിന്റെ യാത്ര പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2 ദിവസം കൂടി യാത്രയാവും. ശബരിമലയിലേക്കുള്ള തങ്കഅങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലത്ത് സമാപിക്കും. 26-ന് ഘോഷയാത്ര ശബരിമലയിലെത്തും. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.